ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May the name of the Lord be glorified. ഈ മനോഹരമായ രാത്രിയിൽ ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം വീണ്ടും നമുക്ക് നൽകിയ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. In this beautiful evening, the Lord has given us once again the opportunity to stand with His Word and to study His Word. Let's give glory to God. എല്ലാവരും ശിഷ്യന്മാരൊക്കെ ആയി തുടങ്ങിയെന്ന് തോന്നുന്നു. ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. I believe everyone has become disciples, and that is the reason there is an absence of many people in this assembly. തുടർമാനമായ ക്ലാസ്സുകൾ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. I believe and I feel that the continuation of these classes might have caused some hindrances over there. ഈ ഭാഗം കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇടയ്ക്ക് 2-3 ക്ലാസ് വേറെ ഇടയ്ക്ക് ഏതെങ്കിലും വിഷയങ്ങൾ പറയാം. അതിനുശേഷം പിന്നെയും തുടർന്ന് ഇതിലേക്ക് വരാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. After today's class, again I would stop in continuation with discipleship, and later I will continue with that. നാം ശിഷ്യത്വത്തിൻ്റെ പ്രാധാന്യം ആദ്യം ചിന്തിക്കാനിടയായി തീർന്നു. We firstly looked at the importance of discipleship. രണ്ടാമതായി ശിഷ്യന്മാരുടെ അടിസ്ഥാനം എന്തായിരിക്കണം എന്നുള്ളത് നാം ഓർത്തു വരികയായിരുന്നു. We were looking into what is the foundation of a disciple. കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുന്നതാണ് ശിഷ്യത്വത്തിൻ്റെ അടിസ്ഥാനം. Whatever which has been commanded and they are following, that is discipleship. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കൽപ്പിക്കുക മാത്രമല്ല അതിപ്രധാനമായ കാര്യങ്ങൾ സ്വർഗ്ഗത്തിലെ ദൈവം കാണിച്ചു നൽകുന്നതായും നാം ഓർക്കുവാനിടയായി തീർന്നു. We looked into the last class not only what has been commanded but what God is showing to us, and that is what we studied in connection with discipleship. ഓരോ ക്ലാസ്സുകളും വേണമെങ്കിൽ നമുക്ക് ഓരോ വിഷയമായി വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. Every class we can study it like a subject in every moment. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് കാണിച്ചു നൽകുന്നതിൻ്റെ പ്രാധാന്യം വേണമെങ്കിൽ ചിന്തിക്കാം. We can look into by looking at the last class what has been shown to us is discipleship. നൽകിയ പ്രമാണത്തിനും പ്രാപ്തിക്കും അനുസൃതമായ പ്രവൃത്തിക്ക് പ്രതിഫലം നൽകുന്നവനാണ് നമ്മുടെ ഗുരുനാഥൻ. Our master is the person who grants us according to the abilities he has gifted to us. പ്രാപ്തിക്ക് തക്കവണ്ണമുള്ള പ്രവൃത്തിയാണ് നാം ചെയ്യേണ്ടത്. According to the ability given to us, we need to work for it. പ്രവൃത്തിക്ക് തക്കവണ്ണം നാം പ്രാപിക്കുകയും ചെയ്യും. And according to our work, we will receive the reward. ഒന്നും മറന്നു കളയാൻ ഇടയാകാതെ വണ്ണം തക്കവണ്ണം നാം പ്രാപ്തിക്കനുസരിച്ച് പ്രാപിക്കാനുള്ളവരാണ്. And we need to remember we are people who are working without failing according to what he has gifted us. കൽപ്പിച്ചതൊക്കെയും കൃത്യമായി പ്രമാണിച്ച് നല്ല ശിഷ്യന്മാരാകാം. And whatever he has commanded us, and when we follow, we will be good disciples. പഴയ നിയമകാലത്തിലും അത് ദൈവം കാണിച്ചു നൽകിയതിൻ്റെ പ്രാധാന്യം നാം ഓർക്കുകയായിരുന്നു. In the Olden Testament also we understood what God has shown. We are seeing that as important over there. ദൈവം താൻ വസിക്കേണ്ടതിന് ഒരാലയം പണിയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ മാതൃക മോശയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. And when God says he would like to he desires to be with the people, God is showing the tabernacle or the plan over there. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 9-40 വാക്യങ്ങളിൽ നാം ഓർത്തതുപോലെ അങ്ങനെ തന്നെ നീ ഉണ്ടാക്കുവാൻ സൂക്ഷിക്കണം. And when God desires it, he tells to Moses, and we see Moses being showing how to build it exactly. Exodus 25 verse 8 and 9. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ പണിയാൻ ആഗ്രഹിക്കുമ്പോൾ പുത്രനെ അയച്ച് അതിൻ്റെ മനോഹാരിത കാണിക്കുവാനിടയായി തീർന്നു. And when in the New Testament, when God desires to be along with the New Testament believers, we read and understand how he sends his beloved son according to the promise given over there. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവണ്ണം മോശയും ക്രിസ്തുവും അവൻ്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്തരായിരുന്നു എന്നുള്ളത് നാം ഓർക്കുവാൻ ചേർത്ത് ചിന്തിക്കുവാനിടയായി തീർന്ന വിഷയമാണ്. And then last class we understood the superiority of Jesus to Moses, how Moses was faithful in that house over there. Chapter 3 verse 5. വ്യക്തമായൊരു പ്രമാണം കൽപ്പിക്കുകയും അത് ജീവിതത്തിൽ കാണിച്ചു നൽകുകയും ചെയ്ത മനോഹരമായ മാതൃകയാണ് നാം ഉൾക്കൊള്ളുവാനിടയായി തീർന്നത്. We are following certain precepts or principles which are given to us with clarity in our life. അതിലൊരു 1/2 ഇഞ്ച് പോലും വ്യത്യാസം വരുത്തുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല. And God is not expecting us to change or divulge away from these principles or these things with clarity. അതുകൊണ്ട് നാം ഗുരുവിനെ പഠിച്ച് കണ്ടെത്തേണ്ടുന്ന ചില കാര്യങ്ങൾ നാം ഓർക്കുവാനിടയായി തീർന്നു. And so what we are studying about this master, we need to follow it and we need to remember it. അതുപോലെ തന്നെ ഗുരുവിൽ നിന്നും പഠിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതും അത് അനുവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത നാം ഓർക്കുകയായിരുന്നു. And what we have studied from this master, we also need to learn and to follow them. അപ്പോൾ നാം ഇതുവരെയും പ്രമാണിച്ച് നല്ല ശിഷ്യരാകാം എന്നുള്ളതാണ് നാം ചിന്തിച്ചത്. What till now we understood how we can follow what we have learned. ഇനി നാം ചിന്തിക്കാൻ പോകുന്നത് ശിഷ്യരാക്കാൻ എന്താണ് ആവശ്യമുള്ളതെന്നുള്ളതാണ്.
Today we are going to understand what is it requiring to be a disciple, ഉപദേശിച്ച് ശിഷ്യരാക്കണം. to make disciple. ഉപദേശിച്ച് ശിഷ്യരാക്കണം. It is to be first to command and then to teach them to be a disciple. നാം വായിച്ച നമ്മുടെ കുറിവാക്യത്തിൽ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ടല്ലോ, We understand by reading from Matthew 28 verse 20. പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. What we have been taught, we need to follow accordingly. ഇപ്പൊ പഠിക്കാനും പ്രമാണിക്കാനും മാത്രമല്ല, ഫലകരമായി ഉപദേശിക്കാനും ശിഷ്യത്വത്തിൽ നിയോഗമുണ്ട്. In discipleship, it is not only to learn by only looking and following, it is also by being taught over there. കേൾക്കുന്നവർ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. According to what we have been taught, we need to follow over here. എങ്ങനെയെങ്കിലും ഉപദേശിച്ചാൽ പോരാ, It is not however we want to be taught over there. ഉപദേശിക്കുന്നതിനാൽ ഫലമുണ്ടാകുവാൻ ഇടയായിത്തീരണം. When we are taught, there should be fruits over there. സഹോദരന്മാർക്ക് മാത്രമല്ല ഈ വലിയ ശുശ്രൂഷ നൽകിയിരിക്കുന്നത്. It is not only for the brothers or the in the assembly that has been given here. സഹോദരിമാർ വിചാരിക്കും ഉപദേശിക്കാനും ശിഷ്യരാക്കാനും ഒന്നും ഞങ്ങൾക്ക് അതിനുള്ള സാവകാശമില്ലല്ലോ എന്ന് തോന്നുവാനുള്ള സാധ്യതയുണ്ട്. The sisters in the assembly might be thinking, we are not being told or even reminded to be taught over there or to be teach someone. എന്നാൽ സഹോദരിമാർക്കും സ്വർഗത്തിലെ ദൈവം വലിയൊരു പങ്ക് ഈ ബന്ധത്തിൽ വിഷയത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് വചനം വ്യക്തമായി നമ്മോട് സംസാരിക്കുന്ന വിഷയമാണ്. The scripture indicates to us how even for sisters this has been a most important lesson, valuable being taught to us. യോക്കേബേദും ഹന്നയും യുനീക്കയും ലോവിസും ഒക്കെ ഇതിന്റെ മനോഹരമായ മാതൃകകളായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. The scripture shows to us Hannah, Jochebed, Eunice, Lois are all prime examples of this. അവർ പത്യോപദേശത്തിൽ പോറ്റി വളർത്തിയ മക്കൾ അതിനുള്ള തെളിവാണ്. There we understand they were people who were taught in the scriptures over there. അപ്പോൾ എങ്ങനെയെങ്കിലും ഉപദേശിക്കുക എന്നുള്ളതല്ല, It is not however you want you can be taught over there. എങ്ങനെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കാം. How you have to be taught is being mentioned very clearly over there. അല്ലെങ്കിൽ ഫലകരമായ നിലയിൽ എങ്ങനെ നമുക്ക് ഉപദേശിക്കാനായിട്ട് കഴിയും. Or let me rephrase it by saying to bring fruits accordingly, how to be taught. അപ്പോൾ ഇന്നത്തെ വിഷയത്തിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് Whatever significance today's subject is needed over here. ഫലകരമായി നമുക്ക് എങ്ങനെ ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയും. How to minister bringing forward with fruits over here. എങ്ങനെ നല്ല എഫക്റ്റീവായി പ്രസംഗിക്കാമെന്നുള്ള ധാരാളം യൂട്യൂബ് ചാനലുകൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾ നമുക്ക് കേൾക്കാൻ കഴിയും. Many channels or YouTube messages we read and we watch and understand how to preach effectively. അത് നാം പരിശോധിച്ചാൽ ആമുഖം പറയണം, ഉള്ളടക്കം പറയണം എന്നൊക്കെ പറഞ്ഞ് വളരെ മനോഹരമായി എങ്ങനെ പ്രസംഗിക്കാം, എഫക്റ്റീവായി എങ്ങനെ ശ്രോതാക്കളുടെ ഉള്ളിലേക്ക് ഈ പ്രസംഗം എത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ച് മനോഹരമായ കാര്യങ്ങൾ അവർ പറഞ്ഞു നൽകും. There we read about how to do it very motivatingly and very entertainingly over there. തീർത്തും വ്യത്യസ്തമാണ് ദൈവവചനത്തിൽ എങ്ങനെ ഉപദേശിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. But we read in the scriptures how to handle these things uniquely over there. നാം ഉപദേശിക്കുന്നത് മുഖാന്തരം ഫലമുണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Whatever we are being taught and when we in ministry, we need to carry it with being fruitful over there. അങ്ങനെ ഫലമുണ്ടാകുന്നില്ലെങ്കിൽ അതിനുള്ള പ്രശ്നക്കാരൻ നമ്മൾ തന്നെയാണ്. And if we are not fruitful, that means there is a problem with people like us over here. അപ്പോസ്തലനായ പൗലോസ് ഇതിനെ സംബന്ധിച്ച് മനോഹരമായ ഒരു കാര്യം പറയുന്നുണ്ട്. And Paul says about this very clearly. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 20 മുതൽ നാം താഴോട്ട് വായിച്ചാൽ, When we read from the epistle of Philippians chapter 1 and down, ജീവിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം പോലും അദ്ദേഹം അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. he is also telling to why the purpose of his life in being over there. അദ്ദേഹം പറയുന്നത് ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഫലമുണ്ടാകുവാൻ ഇടയായിത്തീരണം. For me to be alive over here, there should be a fruitful reasoning over there. അവിടെ മനോഹരമായി നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വാക്യമുണ്ട്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. For me to live as Christ and to die is gain. That's a very familiar verse from the book of Philippians. ഒരു തുലാസിൽ രണ്ട് തട്ടിൽ ജീവിതവും മരണവും തമ്മിൽ തൂക്കി നോക്കുകയാണ്. And when we balance about life and death in one measure over there, തൂക്കി നോക്കിയപ്പോൾ മരണം ലാഭകരമാണ്. and when we look into that balance on one scale, death is a gain. ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ സാധിക്കാനിടയായി തീരണം. And to live, there should be a reason to it. ഇത് സാധിക്കുന്നില്ലെങ്കിൽ
പിന്നെ മരിക്കുകയാണ് നല്ലത്. And if that is not possible, it's better to die. എന്നോട് ആരും ഒരു വിരോധവും തോന്നരുത്, വചനത്തിലുള്ളത് അതുപോലെ ഞാൻ അങ്ങ് പറയുകയാണ്. I'm not having, please don't have any discord with me. I'm just telling you what is blunt from the scriptures. അവിടെ നാം വായിക്കുന്ന വാക്യങ്ങളിൽ ഞാൻ എല്ലാം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. I do not like to elaborate much over here. ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഫലമുണ്ടാകുവാൻ ഇടയാകണം. When you're alive, there should be a reason or the purpose over there. മാത്രമല്ല 20-ാം വാക്യത്തിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്റെ ശരീരം കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുവാനിടയാകണം. And in verse 20, when we are living, there should be the reason, and that purpose should be glorifying Christ over there. ദൈവം നൽകിയ പ്രാപ്തിക്ക് അനുസൃതമായി ഈ ശരീരം കൊണ്ട് ദൈവനാമം മഹത്വപ്പെടണമെന്നുള്ളതാണ് ആ ദൈവദാസന്റെ ആഗ്രഹം. And the servant of God is remembering over here very clearly that my body should be glorifying Christ, and that is my purpose over there when I am alive. എന്നിട്ടാണ് 21-ാം വാക്യത്തിൽ പറയുന്നത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്. And then we continue by reading, for me to live is Christ and to die is gain. വില്യം മാക്ഡൊണാൾഡ് എഴുതിയ ഒരു മനോഹരമായ ഒരു പുസ്തകമുണ്ട്. William MacDonald writes like this. അതിന്റെ തലക്കെട്ട് എന്നെ വളരെയധികം ആകർഷിച്ച ഒരു പുസ്തകമാണ്. In one of his books, the caption is attractive. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, He says, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത് നിർത്തുക. to stop living for Christ. അദ്ദേഹം പറയുന്നത് ക്രിസ്തു നിങ്ങളിൽ ജീവിക്കട്ടെ. May the Christ live through you. നമ്മുടെ എല്ലാ വിചാരം ക്രിസ്തുവിന് വേണ്ടി നാം അങ്ങ് ജീവിക്കുകയാണെന്നുള്ളതാണ്. We might all assume by saying we are living for Christ. പക്ഷേ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ക്രിസ്തു നമ്മിൽ ജീവിക്കണം എന്നുള്ളതാണ്. But what does God expect? That Christ should live in us and through us in our life. 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ When we come to verse 25. ജീവിക്കുന്നത് കൊണ്ട് സാധിക്കേണ്ടുന്ന അതിപ്രധാനമായ മറ്റൊരു കാര്യം കൂടെ ദൈവദാസൻ രേഖപ്പെടുത്തുന്നുണ്ട്. And when we live, there is another purpose of that living with Christ over here. എന്റെ കൂട്ടു സഹോദരന്മാരുടെ വിശ്വാസത്തിന് അഭിവൃദ്ധി ഉണ്ടാകണം. And my brethren should be also increasing their faith in Christ. മാത്രമല്ല അവരുടെ സന്തോഷത്തിന് കാരണമായി തീരണം. And more than that, that should be their joy also. അതിന് മനോഹരമായ ഒരു വാക്കുകൂടെ ദൈവത്തിന്റെ ആത്മാവ് And രേഖപ്പെടുത്തുന്നുണ്ട്. the Spirit of God records with the terminology. സന്തോഷത്തിനായി തന്നെ ഞാൻ ജീവനോടിരിക്കും. And it is for the joy in the faith, verse 25. ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ And if this is not possible, പിന്നെ മരിക്കുന്നതാണ് നല്ലത്. it is better to die. പ്രിയപ്പെട്ടവരെ, Dear believers, നമ്മുടെ ജീവിതം കൊണ്ട് ഇത് സാധിക്കുന്നുണ്ടോ? are we able to have this in our life? ഫലമുണ്ടാകുന്നുണ്ടോ? Are we able to provide fruits like this? എന്റെ ശരീരം കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുന്നുണ്ടോ? By my body, am I able to glorify God? എന്റെ കൂട്ടു സഹോദരന് വിശ്വാസത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാകുന്നുണ്ടോ? Are my brethren or my brothers able to grow together with me? കൂട്ടു സഹോദരനോടുള്ള സഹവാസം മുഖാന്തരം അവർക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ടോ? In my fellowship with my brethren, are they having their happiness or joy together with me? അതോ എന്നോടുള്ള സഹവാസവും സഹവർത്തിത്വവും മുഖാന്തരം അവർക്ക് വേദനയാണോ തോന്നുന്നത്? Or is my fellowship with them or their fellowship together, is it bringing bitterness and or unhappiness over there? പ്രിയപ്പെട്ടവരെ, ഈ രാത്രി നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. Let us introspect that this evening we are. ലോകം കണ്ട ഏറ്റവും നല്ല ഗുരുനാഥനാണ് നമ്മുടെ കർത്താവ്. The world which has seen the best master is our Lord Jesus Christ. ലോകത്തിലുള്ള അനേക മഹാന്മാർ നമ്മുടെ കർത്താവിനെ ഗുരുനാഥനെ കുറിച്ച് രേഖപ്പെടുത്തുവാനിടയായി There are തീർന്നിട്ടുണ്ട്. many people who have recorded about our Lord Jesus Christ. മഹാത്മാഗാന്ധി പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. Mahatma Gandhi has said many things about him. അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആകർഷിച്ച ഏറ്റവും വലിയ പ്രസംഗം എന്നുള്ളത് കർത്താവിന്റെ ഗിരിപ്രഭാഷണമാണ്. One of his role models was about Lord Jesus Christ and his beat sermon on the mount over there. അദ്ദേഹം പറയുന്നത് അതെന്റെ ആഴത്തിലേക്ക് കടന്നു. And he says like this, it has grown into the depths of my എന്റെ heart. ഹൃദയത്തിൽ അത് തൊട്ടതാണ്. It touched my heart. യഥാർത്ഥ സന്തോഷത്തിന്റെ താക്കോൽ ഗുരുനാഥനിലാണ് ഇരിക്കുന്നത്. And the key to happiness is with our Lord Jesus over there. അദ്ദേഹം കൂട്ട ചേർത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. And he adds something more. എന്നാൽ ഞാൻ ക്രിസ്ത്യാനികളെ ഇഷ്ടപ്പെടുന്നില്ല. I do not appreciate or love Christians അവർ ക്രിസ്തുവിനെ പോലെയല്ല. because they are not like Christ. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല. These are not my words. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ എന്നുള്ള പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുള്ള ഭാഗമാണ്. And this is the words from Mahatma Gandhi in his book, in the search of truth over there. ലോകം കണ്ട ആത്മീയ ഗുരുനാഥന്മാരിൽ ഏറ്റവും പ്രഗത്ഭനാണ് സ്വാമി വിവേകാനന്ദൻ. There we see one of the best spiritual masters in the world. It is Swami Vivekananda. അദ്ദേഹം പറഞ്ഞത് ലോകം കണ്ട ഏറ്റവും ഉയർന്ന യോഗിയാണ് യേശുക്രിസ്തു എന്നാണ്. He says one of the best yogis in this world is Lord Jesus Christ. അദ്ദേഹം ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു. He adds something more to it. യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ പലസ്തീനിൽ ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ ഹൃദയരക്തം കൊണ്ട് കണ്ണുനീര് കൊണ്ട് അദ്ദേഹത്തിന്റെ കാല് ഞാൻ കഴുകുമായിരുന്നു. If the Lord Jesus Christ, when he was living in Palestine, and if I was there, I would have wiping the feet of my Lord Jesus with the tears from my heart.
അദ്ദേഹം ലോസ് ഏഞ്ചൽസിൽ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്: And when he was preaching in Los Angeles, he mentions like this: ആത്മീയ മാതൃക എന്ന നിലയിൽ ഞാൻ കണ്ട ഏറ്റവും നിസ്തുല്യനായ ഗുരുനാഥനാണ് യേശുക്രിസ്തു. to follow someone with spirituality, and the greater model is Lord Jesus Christ, and I will follow till eternity. അവരാരും രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്നിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. Those people, I do not know whether they have become born again. പക്ഷേ യേശുക്രിസ്തുവിൽ അവരൊരു വ്യത്യസ്തത കണ്ടു. They have seen a uniqueness in Jesus Christ. കർത്താവ് ജീവിച്ചിരുന്ന കാലത്തുള്ള പരീശന്മാരും ശാസ്ത്രിമാരും റബിമാരും യേശുക്രിസ്തുവിൽ ഒരു വ്യത്യസ്തത കണ്ടു. The people who lived in the time of Jesus, the Pharisees and scribes, they saw a uniqueness in this Jesus Christ. അപ്പോൾ നമ്മുടെ ഏറ്റവും നല്ല ഗുരുനാഥൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. The master, the best master is our Lord Jesus Christ. ആ ക്രിസ്തു കാണിച്ച മാതൃക ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിഞ്ഞാൽ, And when we are trying to replicate the character or that model of our Lord Jesus, നമുക്ക് അനേകരെ ശിഷ്യത്വത്തിലേക്ക് നയിക്കാനായിട്ട് കഴിയും. and we will be able to draw many to discipleship over here. ഞാൻ 3 കാര്യങ്ങളാണ് നമ്മുടെ ഗുരുനാഥനിൽ കണ്ടത്. അത് ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 3 things I have seen in our master, and I would like to record that and share with all of you. ഒന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, Firstly, ഉപദേശിക്കാൻ അധികാരമുള്ള ഗുരുനാഥനാണ് നമ്മുടെ ഗുരുനാഥൻ. he is the master who has the authority to teach over there. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 28ഉം 29ഉം വാക്യങ്ങൾ നോക്കുക. Shall we turn our attention to Matthew's Gospel, chapter 7, verse 20? അവിടെ നാം വായിക്കുന്നത്, അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. They were surprised in his teaching. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, They were not like the scribes who taught them. അധികാരമുള്ളവനായിട്ടത്രേ അവരോട് ഉപദേശിച്ചത്. He spoke with great authority over there. കർത്താവിന്റെ ഗിരിപ്രഭാഷണം പറഞ്ഞ് ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പറയുന്ന വാക്കുകളാണ്. This is in the passage which is concluding towards that Sermon on the Mount, and it's being taught over there. അവിടെ കൂടി വരുന്ന പുരുഷാരം പറഞ്ഞതാണ്, ഇവന്റെ ഉപദേശം എന്നുള്ളത് ശാസ്ത്രിമാരെ പോലെയല്ല. And the people gathered their mentions like this. His words were not like those scribes over there. ഇവൻ അധികാരമുള്ളവനായിട്ടാണ് ഉപദേശിച്ചത്. Verse 29, he taught one having authority. അപ്പോൾ നാം ഉപദേശിക്കുമ്പോൾ ഈ അധികാരത്തോടു കൂടെ ഉപദേശിക്കണം. And when we are teaching, we have to teach with this authority. ഇനി എന്താണ് ശാസ്ത്രിമാരും പരീശന്മാരും നമ്മുടെ കർത്താവും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നാം ചേർത്ത് ചിന്തിക്കാൻ പോകുകയാണ്. Now we are going to see the difference between about our Lord Jesus Christ and these people over here. ഈ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും അധികാരം ചോർന്നത് എവിടെയാണെന്ന് നാം നോക്കാം. We should remember, where did these people fail in their authority? The scribes and Pharisees. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, Shall we read Matthew 23 verse 1 and 2? കർത്താവ് പറയുന്നുണ്ട്, അവർ ഇരിക്കുന്നത് മോശയുടെ പീഠത്തിലാണ്. The Lord Jesus Christ says the scribes and Pharisees sit on Moses' seat. എന്ന് പറഞ്ഞാൽ അവർ വചനം നന്നായി അറിയാവുന്നവരാണ്. These people are the people who know the word very clearly. പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. They have no problems in what they are teaching or saying. പക്ഷേ തുടർന്ന് കർത്താവ് പറയുന്നു, But Jesus Christ says, continuation, അതാണ് പ്രശ്നം. that is the problem. അവിടെ പറയുന്നത് പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. They are speaking and teaching, but they are not doing it over there. എന്നിട്ട് പറയുകയാണ്, അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത്. And then Jesus Christ says, do not do like them. അവർ വളരെ കൃത്യമായി വചനം പഠിപ്പിക്കുന്നവരാണ്. They are the people who do things which preach and teach exactly. അവർ മോശയുടെ പീഠത്തിലാണ് ഇരിക്കുന്നത്. They are sitting on the seat of Moses. അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. They have the right and authority. അവർ നന്നായി വചനം They പഠിച്ചവരാണ്. are the people who are studying the word. അവർ പഠിപ്പിക്കുന്നുമുണ്ട്. They are also teaching others. പക്ഷെ എന്താ പ്രശ്നം എന്നറിയാമോ? But what is the problem? അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ല. They are only speaking with their mouths. They are not doing anything in action. എന്നിട്ട് പറയുകയാണ്, അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത്. And then Jesus Christ is saying, do not do like them. പറയുന്നത് പോലെ ചെയ്തോളുക. We have to preach and walk forward and action according to what we are teaching. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, Let me turn to John 13. നമ്മുടെ കർത്താവ് ചെയ്യുന്ന കാര്യം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. In John 13 we see what is the Lord Jesus Christ doing. അവിടെ 15-ാമത്തെ വാക്യത്തിൽ തമ്മിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. There Jesus Christ is saying what we have to do with each other. ഞാൻ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. I am giving you an example. എന്നിട്ട് പറയുന്നത്, ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യണം. You should do as I have done to you. എത്ര വ്യക്തമായിട്ടാണ് കർത്താവ് ഈ കാര്യം പറയുവാനിടയായി തീർന്നിരിക്കുന്നത്. What great clarity do we see our Lord Jesus Christ doing it? എങ്ങനെയാണ് നാം കാലുകളെ കഴുകേണ്ടത്? How do we wash others' feet? അതവിടെ വളരെ ആത്മീയ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന മനോഹരമായ സത്യമാണ്. It is a spiritual lesson what we can learn with understanding over here. മറ്റുള്ളവരെ കഴുകാനും മറ്റുള്ളവരാൽ കഴുകപ്പെടാനും നാം ഒരുക്കമുള്ളവരായിരിക്കണം. We need to wash others and also be learning to be washed over here.
ഈ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ സഭയിൽ ദൈവദാസൻ പറഞ്ഞ കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. I remember what one of the servants of God in my assembly told over there whenever I come across this passage. നാം മറ്റുള്ളവരെ കാൽ കഴുകണം. We have to wash others' feet. അത് നമുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. We are very much obliged and we are delighted to do that. പക്ഷേ സ്വന്തമായി കാൽ മറ്റുള്ളവരാൽ കഴുകപ്പെടാൻ അത്ര താല്പര്യമില്ല. But we do not like to be washed whenever there rises an occasion. അത് പത്രോസ് പറയുന്നുമുണ്ട്. And Peter also says that. എൻ്റെ കാല് കഴുകണ്ട. Oh, Peter says, do not wash my feet. അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോൾ And when it has been explained over എന്നെ there, മുഴുവനായിട്ട് കഴുകണമേ എന്നാണ് പത്രോസ് പറയുന്നത്. Peter says, please do wash me fully over there. അതിന്റെ സഭയിലെ ദൈവദാസൻ പറയാറുള്ള കാര്യം The servant of God in my assembly says over there, കാല് കഴുകണം, we have to wash others' feet. ചൂടുവെള്ളം കൊണ്ട് കഴുകരുത്. We should not wash with hot water. ഐസ് വെള്ളം കൊണ്ടും കഴുകരുത്. We should not wash with cold water. അത് കാലിന് ദോഷം ചെയ്യും. It will only spoil the feet over there. കഴുകേണ്ടത് എങ്ങനെയാണെന്ന് വളരെ കൃത്യമായി ഗുരുനാഥൻ കാണിച്ചു നൽകിയിട്ടുണ്ട്. The Lord Jesus Christ shows to extract clarity how to wash others' feet. മാത്രമല്ല കാല് കഴുകിക്കളഞ്ഞ് അതിനുശേഷം കാല് തോർത്തുകയാണ്. After washing the feet, he wipes it with a towel over there. എന്ന് പറഞ്ഞാൽ വെള്ളം പറ്റിയിരുന്നാൽ If it is a wet feet over there, വീണ്ടും പൊടി പറ്റാൻ സാധ്യത കൂടുതലാണ്. the dust will be accumulating on that feet over there. വീണ്ടും അഴുക്ക് പറ്റാൻ സാധ്യതയില്ലാത്ത നിലയിൽ വളരെ ഭംഗിയായ ശുശ്രൂഷ ചെയ്യുകയാണ്. Oh, we should not have any dust accumulation on that feet, and he does that ministry with great care over there. പ്രിയപ്പെട്ടവരെ, സൗമ്യതയുടെ ആത്മാവിലാണ് ഈ ശുശ്രൂഷ ചെയ്യേണ്ടത്. Oh, it is to be done with greater humbleness, this kind of ministry over here. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Shall we turn our attention to Galatians 6 and verse 1? ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ If any man is walking or overtaken in any trespass, അവന്റെ അടുക്കൽ ചെന്ന് സൗമ്യതയുടെ ആത്മാവിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തണം. we have to help him to reconcile in a spirit of gentleness over there. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, നീയും തെറ്റിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചോളണം. We have to be also careful lest you be tempted over there to sin. എന്ന് പറഞ്ഞാൽ നിനക്ക് ഈ തെറ്റിലൊന്നും നിന്റെ ജീവിതത്തിൽ വരികയില്ല എന്നുള്ള ആ ബോധ്യത്തോടു കൂടെ അല്ല നീ ചെയ്യേണ്ടത്. We should not do this kind of ministry with the attitude we will not be failing in our shortcomings. വളരെ താഴ്മയോടെ ഈ ശുശ്രൂഷ ചെയ്യുവാനിടയായി തീരണം. Oh, we should do this with a spirit of gentleness over there. ശ്രീകുമാരൻ തമ്പി എന്ന് പറയുന്ന ഒരു ആളെ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. We are very familiar with a person called Sri Kumaran Thambi. ആരാണ് യഥാർത്ഥ ശിഷ്യൻ എന്ന് പറയുന്ന ഒരു ഭാഗം യൂട്യൂബിലൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. I have seen നിങ്ങളും കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. in many time in YouTube, who is that exact disciple. അദ്ദേഹം പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുനാഥൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. He says very thing with clarity, the greatest discipler or the master is our Lord Jesus Christ. അതിന് അദ്ദേഹം പറയുന്ന ഒരു കാരണമുണ്ട്. And he says there is a reason to it. ഈ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഉദ്ധരിച്ചാണ് അദ്ദേഹം പറയുന്നത്. He says that in the context of John 13 and verse 15. ലോകത്തിൽ അനേക ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട്. There are many people who are masters over there. അവരെല്ലാവരും ശിഷ്യന്മാരെ കൊണ്ട് അവരവരുടെ കാലുകൾ കഴുകിപ്പിക്കുകയായിരുന്നു. Many masters are only washing their feet with the disciples over there. എന്നാൽ നമ്മുടെ ഗുരുനാഥൻ മാത്രം ശിഷ്യന്മാരുടെ കാല് കഴുകത്തക്കവണ്ണം താഴ്മയിലേക്ക് ഇറങ്ങി വരുന്ന ഗുരുനാഥനെ കാണാനായിട്ട് കഴിയും. But only this Jesus Christ, Sri Kumaran Thambi says, he has come down to the point to wash the disciples' feet over here. പ്രിയപ്പെട്ടവരെ, ഈ താഴ്മയുടെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങി വരത്തക്കവണ്ണം ഒരു ദൃഷ്ടാന്തമായി സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വെച്ച് വരുന്നപ്പോൾ അത് കാണിക്കുവാനിടയായി തീർന്നു. Oh, God shows to us how he is willing to stand as an example to show and model to us how we need to humble down and to wash others' feet over there. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. And God says, I am giving you an example. ഞാൻ ചെയ്തതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ചെയ്യുവാനിടയാകണം. Jesus says over there, do it exactly as I am showing you over here. കർത്താവ് ചെയ്ത് കാണിച്ച് അവരെ പഠിപ്പിക്കുകയായിരുന്നു. Jesus is showing how he is exercising what he is teaching. പ്രമാണിച്ചുകൊണ്ട് ഉപദേശിക്കുകയായിരുന്നു. He was teaching and then practicing over here. കർത്താവ് തന്നെ മർക്കോസ് സുവിശേഷത്തിൽ പറഞ്ഞല്ലോ, ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനം അറിവില കൊടുപ്പാനും അത്രേ വന്നത്. It is where Jesus says it with clarity in the Gospel of Mark, I have come here not to be served but to serve and to also enable others, equipping others over there. ജീവൻ തന്ന മറ്റൊരു ഗുരുനാഥനില്ല. There is no other person who has given life over here. ഇതുപോലെ സ്നേഹിച്ച മറ്റൊരു ഗുരുനാഥനില്ല. There is no other master who has loved us over here. പ്രിയപ്പെട്ടവരെ, നമുക്ക് സകലത്തിനും മാതൃകയായ ദൈവപുത്രനെ നമുക്ക് കാണാനായിട്ട് കഴിയും. We see this man Jesus Christ who is a model for us, for the Son of God over here. മരിച്ചവൻ മാത്രമല്ല, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. He is the
He is the person who has not only died but also rose again. എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു കാര്യം, Another thing that has caught my attention, ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അന്വേഷിച്ച് കണ്ടെത്തുന്ന ശിഷ്യന്മാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. the person, Lord Jesus Christ, who has been rose again, the master, he is going in search of the disciples over there. ഒരിക്കൽ പത്രോസ് പറഞ്ഞു, Peter says like this once, യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകാനാണ്? John 6, where Peter says, leaving you, where will we go? കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു, എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഇനി ഞാൻ പോകുകയാണെന്നാണ് 21-ാം അധ്യായത്തിൽ പറയുന്നത്. When we come to John 21, Peter says over there, I am now leaving because Jesus is dead over there. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ, John 21 and verse 3, ഞാൻ പോകുകയാ. I am leaving. മറ്റവരും പറഞ്ഞു, ഞങ്ങളും പോരുന്നു. And there were others who were saying, we are also leaving together. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, What made me think over here? ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരെ അന്വേഷിച്ച് അവരുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. The Lord Jesus Christ who rose again, he goes after searching for them. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ പോയെന്ന് വിചാരിക്കുക. Dear believers, let us assume they have left and gone over here. അവർ പൊക്കോട്ടെ എന്ന് കർത്താവ് വിചാരിച്ചിരുന്നെങ്കിൽ ഈ ശിഷ്യന്മാർ മടങ്ങി വരുമോ? If Jesus Christ also thought, let them gone and let them be gone, if Jesus Christ also thought that, would they ever come back? അവർ പൊക്കോട്ടെ എന്ന് കർത്താവ് വിചാരിക്കുകയല്ല. Jesus Christ is not thinking, let them go and get going over there. കർത്താവ് അവരെ അന്വേഷിച്ച് അവരുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. Jesus Christ is searching for them and going towards them over there. അവർ രാത്രി മുഴുവൻ അധ്വാനിക്കുകയാണ്. And we understand these disciples are working hard all the evening. കർത്താവ് അതെല്ലാം കണ്ടുകൊണ്ട് ഒരു പക്ഷേ കരയിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. And Jesus Christ might have been seeing all this and standing on the shore. 4-ാം വാക്യത്തിൽ അത് കാണുന്നുണ്ട്. And in verse 4, പുലർച്ചെ കരയിൽ നിൽക്കുന്ന കർത്താവിനെ നമുക്ക് കാണാം. when day was now breaking, Jesus stood on the beach. അവരെ അന്വേഷിച്ച് കണ്ടെത്തി അവരുടെ അടുക്കിലേക്ക് ചെല്ലുന്ന കർത്താവ്. We see a Jesus who found them by searching for them and going towards them over there. മാത്രമല്ല അവർക്ക് ഭക്ഷണവുമായി അവരുടെ അടുക്കിലേക്ക് വരുന്ന കർത്താവ്. We see Jesus comes over there towards them with food and supplies over there. എത്ര മനോഹരമായ മാതൃകയാണ് നമുക്ക് കർത്താവിൽ കാണാനായിട്ട് കഴിയുന്നത്. What a great model is what we see from our Lord Jesus. കർത്താവ് ഉപദേശിക്കുക മാത്രമായിരുന്നില്ല, He is not only teaching over there. അവരെ അന്വേഷിച്ച് കണ്ടെത്തുന്ന കർത്താവിനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. We see a Jesus who was searching for them and finding them and reaching out to them. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ When we turn to Acts chapter 1 and അവിടെ നാം verse 1, മനോഹരമായ ഒരു കാര്യം കാണുന്നുണ്ട്. there we see a beautiful lesson. യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരുടെ അടുക്കൽ കർത്താവ് കൽപ്പന കൊടുത്തു. God found them and then he gave, or Jesus gave them these commandments over there. ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയത്. And he started to do, they began to do and to teach in the time over there. ഞാനിങ്ങനെ പറയട്ടെ, അവർ കൽപ്പന കൊടുത്തു, They gave the commandments over there. അവൻ ചെയ്തു, And they did it. ഉപദേശിച്ചു, He taught them. പിന്നെയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. And there we see the continuation process. It is still going on. എവിടം വരെ ചെയ്തു? Where till when? ആരോഹണം ചെയ്യുന്നത് വരെ അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. And this is going on, and this process is still going on over there. ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. And this is still progressing. എത്ര മനോഹരമായ മാതൃകയാണ് നമുക്കിവിടെ കർത്താവിൽ കാണാൻ കഴിയുന്നത്. What a great model is what we see over here. പ്രിയപ്പെട്ടവരെ, വചനം പെരുമാറ്റമായി മാറുകയാണ്. This is where the word of God starts to become like a behavioral process over there. വചനം ജഡമായി തീരുകയാണ്. This is where the word is becoming into a flesh over there. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധികാരം ചോർന്നു പോയിട്ടുണ്ടോ? Are we failing in our authority? തമ്മിൽ സ്നേഹിക്കണമെന്ന് നാം പ്രസംഗിക്കാറുണ്ട്. Are we are preaching to love one another? തമ്മിൽ ക്ഷമിക്കണമെന്ന് നാം പ്രസംഗിക്കാറുണ്ട്. We are preaching to forgive one another. തമ്മിൽ കരുതണം, കൈക്കൊള്ളണമെന്ന് നാം We പ്രസംഗിക്കാറുണ്ട്. are preaching about caring and also being together over നാം there. ഇത് അന്വേഷിച്ച് കണ്ടെത്താനുള്ള മനസ്സൊരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? Or do we have that desperate seeking to be finding those people who are lost over here? നാം ആരും ഒരു ഇവന്റ് മാനേജ്മെന്റ് നടത്താനല്ല കർത്താവ് God ഉദ്ദേശിച്ചിരിക്കുന്നത്. is not expecting us to function as event managers over here. നാം ഒരു കാര്യം ഏൽപ്പിച്ചാൽ അവർ ഭംഗിയായി ചെയ്യും. When we are being given something or given a delegation over there, we will do it faithfully over there. ഇന്നത്തെ കാലത്ത് വിവാഹം നടത്തണമെങ്കിൽ ഏൽപ്പിച്ചാൽ മതി. In order these days over there to conduct a wedding, just hand it over to അവര് the തന്നെ event ഓഡിറ്റോറിയം managers. ബുക്ക് ചെയ്യും. These event managers book the auditorium. അവര് തന്നെ പാട്ടുകാരെ സെലക്ട് ചെയ്യും. Or these people hire even the singers. അവര് തന്നെ പ്രസംഗിക്കാൻ ആളെ ക്ഷണിക്കും. They even arrange the people to preach and teach. അവര് തന്നെ ട്രാൻസ്ലേറ്റ്
ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആള് They would even ഒരുക്കും. arrange people to translate the message. അവർ തന്നെ ഫുഡ് ഒരുക്കും. And they will even arrange the അവരുടെ പരിപാടി കഴിഞ്ഞു. catering and they will finish their job. അങ്ങനെയാണോ നമ്മുടെ ശുശ്രൂഷ? Are we going in that line of ministry? അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. Oh, dear believers, that is not ministry. നമുക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം എന്നുള്ളത് ഈ വചനപ്രകാരം കർത്താവ് ചെയ്ത് അത് കാണിക്കുകയായിരുന്നു. Jesus is showing to us what is ministry and how do we need to exercise discipleship correctly by showing us who we are. എസ്രയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ When we turn to Ezra chapter 7 and verse 10, എസ്രാ ശാസ്ത്രി എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്നുള്ളത് വളരെ വ്യക്തമാണ്. Ezra the scribe is showing to us how he did it. അവിടെ നാം വായിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. എസ്രാ മനസ്സ് വെച്ചിരുന്ന 3 കാര്യങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. How he set his heart, where we see 3 things over there. വചനം പഠിക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. He set his heart to seek the law of Jehovah. കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. Whatever being taught to him or commanded to exercise that law, to do it. പ്രമാണിക്കുന്നത് ഉപദേശിക്കാനുള്ള മനസ്സുമുണ്ടായിരുന്നു. And whatever he has been taught, and there he is looking forward to teach over അപ്പോൾ there. ഇത് ഇന്നത്തെ കാലത്ത് തുടങ്ങിയ പരിപാടിയല്ല. And it is not, we see it's a today's system. പഴയ നിയമകാലത്തും ഇതായിരുന്നു വ്യവസ്ഥ. And this is a system that has been taught from the Old Testament. നമുക്കറിയാം എസ്രയുടെയും നെഹമ്യാവിന്റെയും കാലത്താണ് ശക്തമായ ഒരു ഉണർവുണ്ടായത്. And there was a revival in the time of Ezra and Nehemiah. എന്തുകൊണ്ട് ഉണർവുണ്ടായി എന്ന് ചോദിച്ചാൽ Why that revival happened? എസ്രയ്ക്ക് അത് പഠിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. Because Ezra had a mind to study that law. പഠിക്കുന്നത് ആദ്യം ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. And whatever he studied, he first tried to exercise it. അത് പ്രമാണിക്കുന്നതാണ് ഉപദേശിക്കാൻ മനസ്സ് വെക്കുവാനിടയായി And തീർന്നത്. whatever he understood and practiced, he desired to teach further. ഈ മനസ്സ് വെച്ചപ്പോൾ കർത്താവ് യഹോവ അത് ആദരിച്ചു. And when he put his heart over there, the Lord honored Ezra. 7-ാം അധ്യായത്തിന് 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ When we come to 7 verse 25, രാജാവ് തന്നെ അധികാരം കൊടുക്കുക. and there we see the king itself giving him authority. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. There we read like this. നീയോ എസ്രയെ, Oh, you Ezra, എന്നിട്ട് പറയാണ് ഈ ജനത്തെ ഉപദേശിക്കണം. or you need to rule and also to help in governing the people. ആദ്യത്തെയും അവസാനത്തെയും വാക്കുകളാണ് ഞാൻ ഉദ്ധരിക്കാനിടയായി തീർന്നത്. I am only telling the first and the last portions over there. നീയോ എസ്രയെ ഇത് നീ ഉപദേശിച്ചു കൊടുക്കണം. Oh, you Ezra, teach ye him that knoweth them not. എസ്ര അത് ഉപദേശിക്കാനിടയായി തീർന്നു. And he starts to teach. നെഹമ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന് 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ When we turn our attention to Nehemiah 10 and verse 31. നാം വായിക്കുന്നത് സഭ മുഴുവനും വചനത്തിലേക്ക് തിരിയുവാൻ ശപഥവും സത്യവും ചെയ്തു. And there we see their people are making a pledge over there to turn their attention and lives to the word of God. എന്തുകൊണ്ട് സഭ മുഴുവനും ഇങ്ങനെ തീരുമാനിച്ചു? Why does the entire congregation decide like that? എസ്ര പഠിച്ചു. There we see Ezra studied. എസ്ര കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാനിടയായി തീർന്നു. And whatever he has been commanded, he starts to doing it. പ്രമാണിച്ചത് ഉപദേശിക്കാൻ ഇടയായി തീർന്നു. And whatever he has been taught and commanded and practiced, he tried to teach others. അത് സഭയോട് മുഴുവനും പ്രസംഗിക്കാനുള്ള അധികാരം രാജാവിൽ നിന്നും കൊടുക്കുവാൻ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ കാണാനായിട്ട് കഴിയും. And there we see the action of God. God instructs the king or makes the king to follow or help Ezra to exercise to teach others over there. സഭ മുഴുവനും വചനത്തിലേക്ക് തിരിച്ചു വരുവാൻ ശപഥവും സത്യവും ചെയ്യുകയാണ്. And there we see the congregation makes a pledge or an oath to turn their attention and lives back to the word of അർത്ഥാൽ God. കേട്ടവരെ മുഴുവനും രക്ഷയിലേക്ക് നയിച്ചു. And whoever heard it, they started to look towards the word of God. നമ്മുടെ ഉപദേശങ്ങൾ ഫലകരമാകണമെങ്കിൽ And when our teaching has to be fruitful, ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. there is only one concept of that. അങ്ങനെ ചെയ്താൽ എന്നൊരു വാക്യം നമുക്ക് കാണാൻ കഴിയും. And accordingly when we do it, there we see a verse over 1 there. തിമോഥെയോസ് 4-ാം അധ്യായത്തിലേക്ക് വരിക. Shall we turn our attention അല്പം to വേഗത്തിലാണ് ഞാൻ പോകുന്നതെന്ന് എനിക്കറിയാം. we are going forward in എന്നോട് കൂടെ സഞ്ചരിക്കണമേ. please follow with me. 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 1 Timothy 4 and verse 16. അതിന്റെ അവസാന വാചകം ഇങ്ങനെയാണ്. The last line says like this. അങ്ങനെ ചെയ്താൽ For in doing this, നീ നിന്നെയും you shall save. നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. You shall save yourself and them that hear you. നിനക്കും പ്രയോജനമില്ല. And sorry. നിനക്കും പ്രയോജനമില്ല. It is not useful for you. നിന്റെ പ്രസംഗം കേൾക്കുന്നവർക്കും It's പ്രയോജനമില്ലെങ്കിൽ not useful for the people who are hearing you. അതിന്റെ ഉത്തരവാദി നീ തന്നെയാണ്. And that's the problem, you yourself. എങ്ങനെ ചെയ്താൽ എന്നുള്ളത് 8 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. How to do it? There are 8 things mentioned over here. അവിടെ 12-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുക. Shall we read from verse 12? അവിടെ 2 കൽപ്പനകൾ പൗലോസ് തന്റെ അരുമ ശിഷ്യനായ തിമോഥെയോസിനോട് പറയുന്ന കാര്യങ്ങളാണ്. Paul says 2 important things to his disciple Timotheus over there.
ഇത് യൗവനക്കാർക്കുള്ള ദൂതും കൂടെയാണ്. It is a message for even the youngsters. അവിടെ പറയുന്നത് യൗവനം തുച്ഛീകരിക്കരുത്. You should not have your youthful be despised over there. നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. You should be a model for the believers. ജീവിതത്തെ സംബന്ധിക്കുന്ന അതിപ്രധാനമായ കാര്യമാണ് ആദ്യം പറയുന്നത്. In connection with the life or practical life, how you need to walk forward. നിന്റെ യൗവനം തുച്ഛീകരിക്കരുതെന്ന് പറഞ്ഞാൽ Let no man despise your youth. What it means? അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? I hope you understood. നിന്റെ യൗവനം നിസ്സാരമാക്കി കളയരുത്. Let not be your youth be taken casually. നിന്നോട് കൂടെയുള്ള നിന്റെ സഹവിശ്വാസികൾ നിന്നെ നിസ്സാരനായി തള്ളിക്കളയത്തക്കവണ്ണം നിന്റെ യൗവനത്തിൽ നീ ജീവിക്കാനിടയായി തീരരുത്. Your youth should not be led forward by your brethren despising you by taking your youthful life casually over there. അപ്പോൾ നിന്റെ യൗവനം തുച്ഛീകരിക്കാൻ പാടില്ല. No one should despise your youth over there. നീ വിശ്വാസികൾക്ക് You മാതൃകയായിരിക്കണം. should be an example to them that believe over here. തൊട്ടടുത്ത വാക്യത്തിൽ ഉപദേശപരമായ കാര്യങ്ങൾ പറയുകയാണ്. And then we read about the doctrinal matters. നീ വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കണം. Oh, you need to pay attention to reading, exhortation and teaching. Be very careful. നിന്റെ ജീവിതം മാത്രം ശരിയായാൽ പോരാ. It is not only about your practical life. നിന്റെ ജീവിതം മാത്രം ശരിയായി മുമ്പോട്ട് കൊണ്ടുപോയാൽ പോരാ. It is not only about your life to be taken forward. നിന്റെ ഉപദേശത്തിലും നീ അതിന്റെ പത്യത സൂക്ഷിക്കുവാനിടയായി തീരണം. Your life should be on the ground of on the doctrinal matters over there. എന്നിട്ട് പറയുക, നീ ഉപദേശത്തിൽ ശ്രദ്ധിച്ചിരിക്കണം. And you should be careful to what is being taught. എന്നിട്ട് പറയുകയാണ്, നിനക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ നീ ഉപേക്ഷയായി വിചാരിക്കരുത്. And whatever gifts which have been given to you, do not take it lightly. അപ്പോൾ ഉപദേശപരമായി ഈ രണ്ട് കാര്യങ്ങൾ നീ സൂക്ഷിക്കണം. And two things we need to be very careful over there. നീ ഉപദേശത്തിൽ ദൈവവചനം പഠിക്കുന്നതിൽ നീ ശ്രദ്ധിച്ചിരിക്കണം. And when you study the word of God, you need to be very careful. എന്ന് മാത്രമല്ല, നാം കഴിഞ്ഞ ക്ലാസ്സുകൾ ചിന്തിച്ചതുപോലെ നിനക്ക് തന്ന പ്രാപ്തിക്കനുസരിച്ച് അതുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ നീ എപ്പോഴും അത് ഉപേക്ഷയായി വിചാരിക്കാതെ ശ്രദ്ധയോടെ അതിൽ ഇരിക്കുവാനിടയായി തീരണം. You need to not to take it casually or lightly by what the gifts and the things which have been gifted and being taught to you over here. എന്നിട്ട് 15-ാം വാക്യത്തിലേക്ക് വരികയാണ്. When we come to verse 15, നീ ഇത് തന്നെ കരുതിയിരിക്കണം, ഇത് തന്നെ നീ ഉറച്ചിരിക്കണം. and there we see in verse 15, you need to stand firm on all this by being diligent. ഇത് നീ കരുതിക്കൊള്ളണം, ഇതിൽ തന്നെ നീ ഇരുന്നു കൊള്ളണം. You need to take careful understanding of these, and you need to be stronghold, be steadfast over here. ഇത് രണ്ടും നീ വിട്ടുമാറാൻ പാടില്ല. You should not remove or move away from these things over there. ഒന്ന് തളർന്നു പോയാൽ When one fails over there, പക്ഷിക്ക് പറക്കാൻ കഴിയുകയില്ല. and there we see that it will not be. രണ്ട് ചിറകും ഒരുപോലെ പ്രയോജനപ്പെട്ടാലേ പക്ഷിക്ക് പറക്കാൻ കഴിയുള്ളൂ. If one wing of the fly does not enable it to fly, the two wings will be able to fly over there. ചില കൂട്ടങ്ങൾക്ക് ജീവിതത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. Some things which are given, some people give more things important. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉപദേശത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. We give more importance to the word and to the doctrinal matters of the brethren. എന്നാൽ ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ടതാണ്. Oh, we need to remember the doctrine and the practical life. We should be taken seriously and to take forward. ഇത്രയും കാര്യം 6 കാര്യങ്ങൾ പറഞ്ഞിട്ട് 16-ാം വാക്യത്തിൽ ഇത് വീണ്ടും ആവർത്തിക്കുക. And when we come to verse 16, the same thing is repeated over നിന്നെ there. തന്നെയും You take heed to yourself ഉപദേശത്തെയും സൂക്ഷിച്ചു കേൾക്കുക. and to your teaching be very careful. നീ അതിൽ ഉറച്ചു നിൽക്കുക. And you need to be firm in these things. 8 കാര്യങ്ങളായല്ലോ. There we see 8 things. തുച്ഛീകരിക്കരുത്, We should not be despised over them. മാതൃകയായിരിക്കണം, We should be a model to them. നീ ശ്രദ്ധിച്ചിരിക്കണം, We need to be very careful. ഉപേക്ഷയായി വിചാരിക്കരുത്, We should not take things lightly or casually. കരുതിക്കൊള്ളണം, We should be taking with seriousness. അതിൽ തന്നെ ഇരുന്നു കൊള്ളണം, We should be steadfast over there. നീ സൂക്ഷിച്ചു കൊള്ളണം, Oh, we need to be very careful over നീ there. അതിൽ ഉറച്ചു നിൽക്കണം. And there we need to be firm over there. ഇത്രയും നീ ചെയ്താൽ മതി. And when you do all this, അങ്ങനെ ചെയ്താൽ and when you do these things accordingly, നിന്നെയും രക്ഷിക്കും, and you will be saving yourself, നിനക്കും പ്രയോജനം ഉണ്ടാകും, and it will be beneficial for you, നിന്റെ പ്രസംഗം കേൾക്കുന്നവർക്കും പ്രയോജനം and ഉണ്ടാകും. it will be beneficial for those who hear you. ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ല. And there we see if nothing will happen. If നമ്മുടെ അധികാരം എവിടെയാ ചോർന്നു പോയത്? where is our authority failing? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളൊക്കെ വളരെ ബുദ്ധിമാന്മാരാ. Our children are very clever people. നാം സഭയിൽ എങ്ങനെ ഉപദേശിക്കുന്നു, And when we are taught in the assembly, അങ്ങനെ തന്നെയാണോ നാം വീട്ടിൽ? are we able to follow that in our houses? നമ്മുടെ വീട്ടിൽ എത്ര കണ്ണുകളുണ്ടോ How many eyes are there in their house? അവർ നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. Oh, there are children watching our lives. ആ കണ്ണുകൾ ഓരോന്നും
ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ്. They are paying very close attention to our lives. എന്റെ വീട്ടിലുമുണ്ട് 8 കണ്ണുകൾ. There are 8 eyes watching me. 8 ക്യാമറ കണ്ണുകളുടെ മുമ്പിലാണ് ഞാൻ ജീവിക്കുന്നത്. I'm living in front of 8 people. ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് അവർ ശ്രദ്ധിച്ചു നോക്കുകയാണ്. They are watching very carefully how I'm living forward with this ഞാൻ world. ഉപദേശിക്കാൻ മാത്രമിരുന്നാൽ അവർക്ക് അതിന് യാതൊരു ഫലവും ഉണ്ടാകുകയില്ല. When I'm only teaching and teaching, there is no profit or fruits over there. ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും അധികാരം ചോർന്നു പോയത് അവിടെയാണ്. And that is where the scribes and the Pharisees failed in their life over there. പ്രിയപ്പെട്ടവരെ, ഇത് ശ്രദ്ധയോടെ ഉൾക്കൊള്ളേണ്ടതാണ്. We need to pay attention with great care in our lives over here. തെസ്സലോനിക്കരോടും ഇത് തന്നെ പറയുന്നുണ്ട്. There we see the same message to the Thessalonian believers. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ നോക്കുക. 2 Thessalonians chapter 2 verse 14 we read. അവിടെ തന്നെ നാം കാണുന്നത് യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനാണ് നിങ്ങളെ വിളിച്ചത്. You are called to obtain the glory of our Lord Jesus എന്ന് പറഞ്ഞാൽ Christ. ഗുരുവിനെ പോലെ ആകാനാണ് നിങ്ങളെ വിളിച്ചത്. You are called to be like the master over there. എന്നിട്ട് പറയുകയാണ്, ആകയാൽ സഹോദരന്മാരെ, And there we read in verse 15, brethren, നീ ഉറച്ചു നിൽക്കണം, stand fast, മുറുകെ പിടിക്കണം. hold the traditions. ഇത് മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നതാണ്. And we can see this through a beautiful example. നമ്മുടെ നാട്ടിൽ ഒരു വടംവലി മത്സരമുണ്ടല്ലോ. We have in our Kerala a tug of war competition. ആ വടത്തിൽ മുറുകെ പിടിക്കുകയും ചെയ്യണം, And when we hold on to the one end of the rope with tightness, ഉറച്ചു നിൽക്കുകയും ചെയ്യണം. we need to hold with steadiness over there. ഈ വടത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. It is no more, it's not really just important to hold the rope only. അവര് വലിച്ചുകൊണ്ട് പോകും. They will be pulling from the other end and taking it വടത്തിൽ over. മുറുകെ പിടിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. You should not only hold the rope നീ over ഉറച്ചു there, നിൽക്കണം. you should be holding it with അല്ലെങ്കിൽ നിന്നെ കൊണ്ട് steadiness, പോകും. or they will carry you forward. എത്ര മനോഹരമായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് വിവരിച്ചിരിക്കുന്നത്. How beautifully it is being mentioned in the scriptures over there like that. പ്രിയപ്പെട്ടവരെ, നല്ല പ്രാഗൽഭ്യം എന്നുള്ളത് നല്ല നിലയും അത് സമ്പാദിക്കാനുമുള്ളതാണ്. No, good eloquence should be earned by understanding how we work with the word of God. തിമോഥെയോസിനോട് ഇത് പറയുന്നുണ്ട്. When we see to writing to Timotheus, 1 തിമോഥെയോസ് 3-13 വാക്യത്തിലേക്ക് വരുമ്പോൾ 1 Timothy chapter 3 and verse 13, അവിടെ പറയുന്നത്, നന്നായി ശുശ്രൂഷിക്കണമെങ്കിൽ if you need to serve with good standing, ക്രിസ്തുവിൽ നല്ല നിലയും you need to have if you want to serve well, you need to have a good standing in Christ. വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കണം. And you need to have a great boldness in the faith over there. എന്തൊക്കെ അവിടെ സൂക്ഷിക്കണമെന്നവിടെ പറയുന്നുണ്ട്. And there we see what all we need to take care. നല്ല നില സൂക്ഷിക്കണം. And we need to stand good over there. ചിലത് സമ്പാദിക്കണം. And we need to earn it over there, some things. ഭൗതിക വർദ്ധിച്ചു വന്നപ്പോ And when things in the physical life or secular life started to increase, ഇവിടെ ഉണ്ടോന്നറിയില്ല, ഞങ്ങളുടെ സഭകളിലും ഇതൊക്കെ സാധാരണമായി കാണാറുണ്ട്. I do not know about here, but in our assemblies and back in Kerala, it's familiar. It's more seen similar matters. ലോകപ്രകാരം നല്ല നിലയും വളരെ സമ്പാദ്യമുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ കിട്ടും. And when you are secularly rich and physically earning good things, they will earn more things over there. ഭൗതികമായി നല്ല നിലയുണ്ടോ, And if you have physically well built over നല്ല there, സമ്പാദ്യമുണ്ടോ, and if you have well things earned over there, അവൻ ആരെങ്കിലുമൊക്കെ ഉപദേശിക്കാൻ പ്രാപ്തനായി. and there we see he is being qualified to say as an elder over there. പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. And here we see not like നിനക്ക് that. ക്രിസ്തുവിൽ നല്ല നില ഉണ്ടാകണം. Here we see you need to have a good standing in Christ. വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കണം. You need to have a great boldness and you need to earn it over there. ഇതാണ് അധികാരം. And that is authority. പ്രിയപ്പെട്ടവരെ, ഈ അധികാരം ചോർന്നു പോയാൽ And when this authority is failed over here, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഗണത്തിൽ നാം പെടും. and we will come into the column of Pharisees and scribes. നമ്മുടെ കർത്താവ് ഉപദേശിക്കാൻ അധികാരമുള്ളവനായിരുന്നു. And we see our Lord Jesus Christ was a man with great authority. ചെയ്തും പ്രവർത്തിച്ചും അത് ഉപദേശിച്ചും കാണിക്കുന്ന മനോഹരമായ മാതൃക കാണാം. He practiced, he taught, he practiced, and he also taught others over there what he practiced. 5 മിനിറ്റ് കൊണ്ട് 2 ആശയം കൂടെ വേഗം പറയട്ടെ. I would like to conclude in saying 2 more things. പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. And we need to practice according to what we have been taught. കഴിഞ്ഞ ദിവസം നെൽസൺ പറഞ്ഞതുപോലെ നിങ്ങൾ വീട്ടിൽ പോയി ഹോംവർക്കായിട്ട് ചെയ്തു കൊള്ളുക. As Uncle Nelson mentioned, we need to go back and do this as a homework. എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകുന്ന നിലയിൽ വളരെ ലളിതമായിട്ട് ഉപദേശിക്കണം. We need to help others to remind them and teach them in a very simple manner. പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിക്കണം. We need to teach them according to the scriptures. ഉപദേശിക്കുന്നത് പ്രസംഗിക്കൊണ്ട് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ പ്രയോജനം? Whatever being taught, no one is able to understand what is the benefit of preaching. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന് 37-ാം വാക്യം വരിക. Shall we read Mark 10 and verse 37? അവിടെ കാണുന്നത് ഇങ്ങനെ, എന്നാൽ വലിയ പുരുഷാരം അവന്റെ വാക്ക്
സന്തോഷത്തോടെ കേട്ടുപോന്നു. And there we see the crowd over there understood and received their word with great joy. കർത്താവ് ഉപമകളാൽ ഏറ്റവും ലളിതമായി അവരോട് സംസാരിക്കുകയായിരുന്നു. Oh, Jesus Christ taught them with parables over there. പ്രിയപ്പെട്ടവരെ, പ്രസംഗത്തിന്റെ പാടവത്തിലൊന്നുമല്ല ആരെയും ഈ അനുഗ്രഹിക്കപ്പെട്ട ശിഷ്യത്വത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നത്. It is not the eloquence or the style of preaching that you bring someone to discipleship. സാമാന്യരായ ജനം, പഠിപ്പില്ലാത്തവരാണ് അവരുടെ മുമ്പിൽ ഇരിക്കുന്നത് കർത്താവിന് നന്നായി അറിയാമായിരുന്നു. Oh, Jesus Christ understood they were people who are common people, illiterate people, and that's where he ministered to എത്ര them. ലളിതമായിട്ടാണ് കർത്താവ് വചനം അവർക്ക് പറഞ്ഞു കൊടുത്തത്. And how simple manner he taught to them the word of God. രണ്ടാമതായി ലൂക്കോസിന് സുവിശേഷം 4:22 നോക്കുക. And when we turn to Luke 4:22, അവന്റെ വായിൽ നിന്നും ലാവണ്യ വാക്കുകൾ പുറപ്പെട്ടു. and he from his mouth proceeded words of grace. കൃപാനിർഭരമായ വാക്കുകൾ. Oh, these were the words with graceful matters over there. യെശയ്യാപ്രവചനം 50:4 When we turn to Isaiah 50 and verse 4, ശിഷ്യന്മാരുടെ നാവുകൾക്കും ചെവികൾക്കുമുള്ള ഒരു മനോഹരമായ പ്രത്യേകത അവിടെയുണ്ട്. there we see one of the things which are the qualities of the words of a disciple over there. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങാൻ അറിയേണ്ടുന്ന നാവുകൾ. It is to sustain the words those who are weary over there. അതുപോലെ അവിടെ തന്നെ ചെവിയെക്കുറിച്ച് നാം കാണുന്നുണ്ട്. And in the same area we see a person's ears over there. അത് രാവിലെ തോറും ഉണർത്തപ്പെട്ട ചെവികളാണ്. It is the ears that are awakened morning by morning. ശിഷ്യന്മാരുടെ നാവും ചെവിയും അവർക്ക് പ്രത്യേകതയുണ്ട്. The disciples' ears and even their words are tongues are very important over there. ലാവണ്യമുള്ള വാക്കുകൾ. Number one, we have to have words of grace. കൃപാനിർഭരമായ വാക്കുകൾ. It is to be graceful when we speak to others. താങ്ങാൻ അറിയുന്ന വാക്കുകൾ. It is to sustain that weak person over there. മലയാളത്തിൽ സാധാരണ നാം ഇങ്ങനെ പറയാറുണ്ട്. We say that in Malayalam like this. വാക്കുകൊണ്ട് നല്ല താങ്ങുന്നു. Normally with words we try to condemn others. ആ താങ്ങലല്ല. It is not to condemn over there. ശിഷ്യന്മാരുടെ നാവുകളുടെ പ്രത്യേകത. What is the beauty of the words of disciples? ലാവണ്യമുള്ള Oh, വാക്കുകളാണ്. it should be the words of grace over there. തളർത്തുന്ന വാക്കുകളല്ല. It is not to push down a person more into weariness. തളർന്നിരിക്കുന്നവനെ താങ്ങുന്ന വാക്കുകൾ. It is to sustain the person in weakness. യോഹന്നാന്റെ സുവിശേഷം 7:46 There shall we read John 7 verse 46. അവിടെ നാം വായിക്കുന്നത്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. Oh, the officers answered, no man ever spoke like this man over there. കർത്താവിനെ പിടിക്കാൻ വന്ന ചേവകർ പറയുന്ന വാക്കുകളാണ്. These are the people who are saying, the soldiers who came to arrest Jesus over there. ശത്രുക്കളുടെ ഹൃദയത്തെ പോലും കവരുന്ന Oh, വാക്കുകളായിരുന്നു. it is the words that even defeat the enemies over there. കർത്താവിന്റെ വാക്കുകൾ കേട്ടിട്ട് അവരുടെ ഉള്ളിൽ തന്നെ ഭിന്നത ഉണ്ടാകുകയാണ്. Oh, when they heard the words of Jesus, they started feeling fear over there. ചിലർ ക്രിസ്തുവിനെ തന്നെ അവർ അംഗീകരിക്കാനിടയായി തീർന്നു. And many started to understand and follow Jesus Christ. പക്ഷെ അവരുടെ സംശയം, ഇവൻ ഗലീലിൽ നിന്നൊരു മശിക വരുമെന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല. They have not heard about a Messiah coming from Galilee over there. അവരുടെ അറിവിൽ വ്യത്യാസം വന്നു. They had a difference in their അതിൽ വന്ന വ്യത്യാസമാണ്. And there they see that difference over there. പ്രിയപ്പെട്ടവരെ, Dear believers, ശത്രുക്കളെ പോലും നിരപ്പാക്കുന്ന വാക്കുകളാണ് കർത്താവ് സംസാരിക്കാനിടയായി the തീർന്നത്. words that Jesus spoke are the words that even defeat the enemies over there. അതുകൊണ്ടാണ് പരീശന്മാരിൽ പ്രമാണിയായിരുന്ന നിക്കോദേമസ് പറയുന്നത്, And that's why Nicodemus says like this. ഇവൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. Oh, he has come as a person to teach from God. മൂന്നാമതൊരു കാര്യം കൂടി പറയട്ടെ. Let me say the third thing over 5 there. മിനിറ്റ് കൊണ്ട് ഞാൻ എടുത്തോട്ടെ. Let me take another 5 minutes. എല്ലാം ഉപദേശിക്കുന്ന ഗുരുനാഥൻ. He's teaches everything. യോഹന്നാൻ സുവിശേഷം 17:7-8 John 17 and verse 7 and 8. അവിടെ നാം വായിക്കുന്നത്, നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്ന് ആകുന്നു. Whatever I have been receiving, I am being able to coming from you. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. Whatever I have received from you, I have taught to them over there. കല്യാണത്തിന് പോയി എവിടെ ഇരിക്കണമെന്ന് പോലും അവർക്ക് പറഞ്ഞു കൊടുത്തു. Going to a marriage and sitting over there, they itself didn't know. ലൂക്കോസിന്റെ സുവിശേഷം 14:8 Luke chapter 4 and verse 8. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഏത് നിസാര കാര്യങ്ങളും ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. And whatever he understood, he has been teaching to these disciples in a simple manner. എല്ലാം ഉപദേശിക്കുന്ന ഗുരുനാഥൻ. A man who has been, or Jesus Christ who has been teaching everything over there. കർത്താവിനെ യഥാർത്ഥമായി സേവിക്കുന്നവൻ ഒന്നും മറച്ചു വെക്കാതെ എല്ലാം പറയും. When a person loves Jesus Christ with their whole heart, he will continue teaching everything over there. ഇന്നെന്നെ ഇതിങ്ങനെ പറയാൻ പ്രചോദിപ്പിച്ചത് ഈ വാക്കുകളാണ്. And whatever I have been motivated to say are these words from John 17. പ്രവൃത്തികളുടെ പുസ്തകം 20-20 നോക്കുക. Shall we look into the portion from Acts chapter 20? അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, Paul says like this. ഞാൻ കർത്താവിനെ യഥാർത്ഥമായി സേവിക്കുന്നവനാകൊണ്ട് In Acts chapter 20 and verse 20. ഒന്നും മറച്ചു വെക്കാതെ I'm serving Christ so that I'm not hiding anything from you. പരസ്യമായും വീടുതോറും
കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കുക. I shrank not from declaring unto you anything that was profitable, teaching you അവിടെ ഒരു publicly from പ്രത്യേകതയുണ്ട്. house to house. There is a uniqueness over there. പരസ്യമായി പറയേണ്ടത് പരസ്യമായി പറയണം. Whatever need to be taught publicly, we need to teach. വീട് തോറും ചെന്ന് ഉപദേശിക്കേണ്ടത് അങ്ങനെ ചെന്ന് ഉപദേശിക്കണം. And whatever needs to be taught going to a house, we need to teach. അതുകൊണ്ട് ആരെങ്കിലും ഉദ്ദേശിച്ച് പ്രസംഗത്തിലൂടെ പറയുന്നത് പാപമാണ്. Whatever we have been given an opportunity standing in a pulpit and condemning others to preaching, that is a sin over there. ആരെ ഉദ്ദേശിച്ച് പറയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. We should not have a wrong agenda in preaching over there. ജഡത്തിലുള്ള കുത്തുകൾ ദൈവത്തിന് ആഗ്രഹമില്ല. God does not want to use his word to condemn others. അത് ദൈവം തന്ന സന്ദേശമല്ല. It is not the word that God gave over there. അത് ജഡത്തിലുള്ള കുത്തുകളാണ്. Oh, that is where the flesh starts to act over there. എന്നാൽ ആത്മാവിൽ സ്പർശിക്കണമെങ്കിൽ But the spirit in order to be touched over there, ഉപദേശിക്കുന്ന ഗുരുനാഥനെ പോലെ like the master which we understand, ദൈവം തരുന്നത് ഒന്നും മറച്ചു വെക്കാതെ അതുപോലെ പറയുന്നവനായിരിക്കണം. we need to preach publicly without shrinking anything. വിശ്വസ്തമാരെ ഏൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷ 2 തീമോഥെയോസ് 2:2 നാം വായിക്കുന്നുണ്ട്. When we return to 2 Timothy 2:2, we അവിടെ നാം read, വായിക്കുന്നത്, the faithful will be appointed. എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കും. Whatever you have been hearing from me, also start to teach ഇപ്പോൾ others. ദൈവത്തിൽ നിന്ന് കേട്ടതെല്ലാം പ്രാപിച്ചതെല്ലാം ഒന്നും മറച്ചു വെക്കാതെ മുഖം നോക്കാതെ പറയുന്നവനാണ് ഗുരുനാഥൻ. Oh, the master shows to us over there without even shrinking, without any partiality, speaking with clarity, face to face, without any bias approach over there. ഉപദേശിച്ച് ശിഷ്യരാക്കണം. Or only by teaching you can make a disciple. അവിടെ നാം ചിന്തിച്ചത് ഉപദേശിക്കാൻ അധികാരമുള്ള ഗുരുനാഥൻ. Oh, that we saw about God or Jesus Christ who has authority to teach. നമ്മുടെ അധികാരം ചോർന്നു പോകുന്നുണ്ടോ? Are we failing in our authority? പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. Or we need to teach others accordingly, correctly with that. മനസ്സിലാകുന്ന നിലയിൽ, In a simple manner, ലാവണ്യ വാക്കുകളിൽ, with words of grace, കൃപാനിർഭരമായി, and with graceful understanding, തളർന്നിരിക്കുന്നവനെ താങ്ങുന്ന it വാക്കുകൾ, is to sustain the weary. ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ലാത്തതുപോലെ ശത്രുക്കളെയും ഇണക്കുന്ന വാക്കുകൾ. Or no man has ever spoke and to even to subdue the enemy or to bring down the enemy over there we need to speak. എല്ലാം ഉപദേശിക്കുന്ന ഗുരുനാഥൻ. Or to speak everything according to the master. ഉപദേശിച്ച് ശിഷ്യരാക്കാം. Or we need to teach and make disciples. എത്ര മനോഹരമായ ഗുരുനാഥനെയാണ് ദൈവം നമുക്ക് നൽകിയത്. Oh, what a great Lord Jesus Christ we have been gifted us over here. നമ്മുടെ ഗുരുനാഥൻ നിസ്തുല്യനാണ്. Oh, our Lord Jesus Christ is eternal. നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് He has come to this earth. അവൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, It is not to be served. തന്റെ ജീവനെ തന്ന് ശുശ്രൂഷിച്ചവനാണ്. Or with his life he served others. നമുക്ക് വേണ്ടി സകലവും അവൻ നിവൃത്തിയാക്കുവാനിടയായി Or for us he fulfilled everything over there. ഈ രക്ഷകനായ ക്രിസ്തുവിനെ For this Lord Jesus Christ, ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് shall we receive him personally in our heart? ദൈവമക്കളായി തീർന്ന്, Shall we become his children? നല്ല ശിഷ്യരായി തീർന്ന്, Like a good disciple, ശിഷ്യത്വത്തിൽ വളർന്ന്, shall we grow in this discipleship? പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട്, And to also to grow forward in teaching and to teach others, അനേകരെ ശിഷ്യരാക്കുന്ന and to make others more disciples. ഈ മനോഹരമായ വലിയ ദൗത്യത്തിലേക്കാണ്, മഹാനിയോഗത്തിലേക്കാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ God വിളിച്ചിരിക്കുന്നത്. has called us into this greater responsibility. ആരെങ്കിലും ഈ ശിഷ്യരാകാത്തവരായിട്ടുണ്ടെങ്കിൽ, If there is anyone who has not yet been a ഈ disciple, രക്ഷകനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് shall we take this Lord Jesus Christ as our ദൈവമക്കളായി Savior തീർന്ന് and become his children കർത്താവിന്റെ നല്ല ശിഷ്യരായി and be a good disciple കർത്താവിനെ അനുകരിപ്പാൻ and to follow him? സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ധാരാളം ദൈവകൃപ May the നൽകട്ടെ. Lord help us and give us more grace to be a disciple maker even in the days to come. ഈ വചനങ്ങളാൽ എനിക്കും കേട്ട നിങ്ങൾക്കും ഒരുപോലെ അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീർക്കട്ടെ. May the word which you have heard be useful for me as well as to you in the days to come. ദൈവനാമം ഇതിനാലും May മഹത്വപ്പെടുമാറാകട്ടെ. the Lord help us.